ഏയ് അയ്യോ, ആരുമില്ലേ? എന്നെ കൊല്ലുന്നേ! അയ്യോ, രക്ഷിക്കണേ! Hey, come on! Hey, come on! ആ, എങ്ങനെയുണ്ട്? കിളവൻ ചാകൊന്നുമില്ലല്ലോ. കുറവുണ്ട്. ആ, എന്താടാ, എന്തിനാ നീ ഇവിടെ വന്ന് കിടക്കുന്നത്? സുഖവാസത്തിന് ആശുപത്രിയിലാണോ വന്ന് കിടക്കുന്നത്? നിനക്ക് എന്ത് പറ്റിയെന്നാ നീ പറയുന്നത്? നിന്നെ ആരാടാ തല്ലിയത്? ഇതൊക്കെ യൂണിയന്റെ കളിയല്ലടാ. അല്ല, ഷായുടെ ഗുണ്ടകളെ കൊണ്ട് അച്ഛനെ തല്ലിച്ചതാ. നിനക്കെങ്ങനെ അറിയാടാ? നീ ആരാടാ? നിനക്കെന്താടാ ഇവിടെ കാര്യം? സാറെന്തിനാ എന്നോട് ചൂടാവുന്നേ? അച്ഛനെ തല്ലിയതിന് പരാതി ഇല്ലെന്ന് പറയണം. സാറിന് അത്രല്ലേ വേണ്ടു? കഴിവേറി കളിയാക്കുന്നോടാ. സാറ് വളരെ നന്നായി അഭിനയിക്കുന്നുണ്ടല്ലോ. തച്ചോളി മാണിക്കോ തൊതേനക്കുറിപ്പിനെയും കവച്ചു വെക്കുന്ന ചില അഭ്യാസങ്ങൾ കയ്യിലുണ്ടെന്ന് ഞാനും കേട്ടിട്ടുണ്ട്. നീ എന്തോന്ന് കേട്ടിട്ടുണ്ട്? അധികം ജലിയല്ലേ? നെഞ്ചിന് 4 വരക്കട താഴെ ഒരു താപ്പ് താത്ത കുടിച്ച മുലപ്പാലും മുഴുവൻ പുറത്തു വരും. സാർ ഗുരുവായൂർ പത്മനാഭൻ എന്ന് കേട്ടിട്ടുണ്ടോ? വളരെ പ്രസിദ്ധനായ ഒരു ആനയാണ് മൂപ്പര്. നല്ല വിളഞ്ഞ് തെളിഞ്ഞ ഒരു കൊമ്പൻ. അവൻ ഈ പനം പട്ട തിന്നുന്ന കാഴ്ച ഒന്ന് കാണേണ്ടതാണ്. തുമ്പിക്കൈ കൊണ്ട് ചുറ്റി ചുഴറ്റി ഇടത്ത് കാല് കൊണ്ടൊന്ന് തട്ടി വലത്ത് കാല് കൊണ്ട് ചവിട്ടി പിടിച്ച് വലിച്ചുടട്ട് കീറ. ഇട കൊണാട്ട് പ്ലേസിലെ പോലീസുകാരാ മടക്കി പിച്ച് കീറുന്നതിന്. ഏതോ ഒരു ഊച്ചാളി ഒറ്റി തന്നിട്ടാണെങ്കിലും പണ്ട് 1.5 കോടിയുടെ കള്ളപ്പൊന്ന് താൻ വേട്ടയാടി പിടിച്ചതും അതിൽ പാതി താൻ കടത്തിക്കൊണ്ടുപോകുമ്പോ പിടിക്കപ്പെട്ടതും തന്റെ ഈ തൊപ്പി അങ്ങ് തിരുവണ്ണാമലയിലോട്ട് പറന്നു പോകാതിരിക്കാൻ ഷാ തന്നെ സഹായിച്ചതൊക്കെ മറന്നുപോയോ? അതിന് ഷായോട് പ്രത്യുപകാരം ചെയ്യാൻ കെട്ടിയെടുത്തതാവും ഇവനെ. പാവപ്പെട്ടവന്റെ നെഞ്ചിന്റെ മോളിൽ കയറിയിരുന്ന് നിറങ്ങാമെന്ന് വല്ല ധാരണ ഉണ്ടെങ്കിലേ അതങ്ങ് കളഞ്ഞേരെ. പോലീസ് സ്റ്റേഷന്റെ അകത്തല്ല ഈ തെരുവ്, ഈ തെരുവിന്റെ അകത്താ പോലീസ് സ്റ്റേഷൻ. അത് മറക്കണ്ട. ഞങ്ങൾക്കൊരു പരാതിയില്ല. പരാതി തന്നിട്ട് കാര്യമില്ലെന്നറിയാം. പിന്നെ വെറുതെ എന്തിനാ ഒരു പരാതി? സാറ് പോ സാറേ. അച്ഛനെങ്ങനുണ്ട്? കുറവുണ്ട്. എന്താ രവിശങ്കർ പതിവില്ലാതെ ഈ വഴിക്ക്? ആ മേസ്തിരിയെ തല്ലി ചതച്ച് ഒരു കൈയും കാലും സ്വാധീനമില്ലാതാക്കിയതും പോരാ, അയാളെ ഹോസ്പിറ്റലിൽ കിടക്കാൻ പോലും നിങ്ങൾ അനുവദിക്കില്ലേ? ആ കുടുംബത്തിന്റെ ഇന്നത്തെ അവസ്ഥയ്ക്ക് ആര് സമാധാനം പറയും? കേട്ടോ രവിശങ്കർ, എന്റെ ഫാദർ എന്നെയും തോളിലിട്ട് 50 പൈസ, അതായത് 50 കാശുമായി വന്നതാണ് ഈ നഗരത്തിൽ. ഇവിടെ ഈ തെരുവുകളിൽ ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ട് പിടിച്ചെടുത്തതാണ് ഈ മലഞ്ചരക്ക് വ്യവസായങ്ങളുടെ കുത്തക. അത് ഞങ്ങൾ ആർക്കും വിട്ടുകൊടുക്കില്ല. ഞങ്ങളുടെ കൂടെ നിന്നവരെ മേസ്ത്രി ഞങ്ങൾക്കെതിരായി തിരിച്ചാൽ അടങ്ങിയിരിക്കുന്നതാണോ കരുതിയത്? സലീം, ഇന്നത്തെ സലീം ഭായ്, ഇന്നലെ വന്നവൻ, അവനെ ഇനിയും വളരാൻ ഞാൻ അനുവദിക്കില്ല. അവനെ എന്നല്ല, ആരെയും. അതെ, ഈ തെരുവിൽ നല്ല ആൾക്കാർ ജീവിച്ചിരുന്നു. നേരും നിറയുമുള്ളവർ, സത്യവും നീതിയുമുള്ളവർ. നിങ്ങൾ തകർത്തെറിഞ്ഞ ചെറുകിട കച്ചവടക്കാരുടെ കണ്ണീർ വീണ് കുതിർന്ന മണ്ണാണിത്. അതിലൊരാളായിരുന്നു സലീം ഭായിയുടെ ബാപ്പയും. തലമുറകളായി തുടരുന്ന ഈ അനീതിയുണ്ടല്ലോ, അത് ഇനിയും തുടർന്ന. बापूजी, आप पूछनार कोण છે? સલીમ ભાઈ નું જાસૂસ છે. ડરના મારીએ ઊંઘી નથી શકતો એટલે આવો છે. એને બગાડી દો. જાનું દીકરા, જાનું છું. હું એ જ કરવા જાનું છે. નારે માને ફગાડવાની જરૂર નથી. એકલો ધારા ધર્મ આવી શકું છું તો પાછા જવાનો રસ્તો રવિશંકરને ખબર છે. താൻ എന്നെ പറഞ്ഞു വിടുമെന്നും വേണ്ട. തനിയെ തന്റെ മാളത്തിനകത്ത് വരാൻ അറിയാമെങ്കിൽ അതുപോലെ തിരിച്ചു പോകാനും രവിശങ്കറിന് അറിയാം. നീ എന്താടാ രമണിക്കെ പറഞ്ഞത്? ഒരുത്തന്നെ സ്വസ്ഥമായി കിടന്നുറങ്ങാൻ കഴിയാത്തതുകൊണ്ട് പേടിച്ച് പേടിച്ച് വന്നിരിക്കുകയാണെന്നോ? നീ കിടക്കപ്പായി കിടന്ന് പേടിച്ച് മൂത്രം ഒഴിക്കുന്ന വേല കാണണോ? കാണണോ നിനക്ക്? മോനെ, കൂടുതൽ കളിക്കല്ലേ, ഇത് പഴയ കാലമൊന്നുമല്ല. അച്ഛനും മകനും ഒന്നോർത്തോ, എന്റെ പൊക്കിൽ കൊടി വീണ് അലിഞ്ഞു ചേർന്ന മണ്ണാണിത്. ഇനി ഈ തെരുവ് അടക്കി ഭരിക്കാനാണ് ഭാവമെങ്കിൽ വേണ്ട വേണ്ട. എന്ത്
എന്ത് സാധനം വേണമെങ്കിലും നിങ്ങൾ എന്നെ അപ്രോച്ച് ചെയ്താൽ മതി. എനിക്കിവിടെയൊക്കെ നല്ല ഹോൾഡാ. ഞാനിവിടുത്തെ ഒരു ചെറിയ ദാതയാണെന്ന് കൂട്ടിക്കോളൂ. ശരി ശരി, നിങ്ങൾ അന്വേഷിച്ചോളിന്ന്. ഇതിൽ കൂടുതൽ കിട്ടുന്നുണ്ടെങ്കിൽ ചരക്ക് നിങ്ങൾ ഷായ്ക്ക് തന്നെ കൊടുത്തോളി. ആയിക്കോട്ടെ എന്ന്. ആ, നിങ്ങൾക്ക് എന്താ വേണോന്ന് പറഞ്ഞേ? ധൈര്യമായിട്ട് പറഞ്ഞോളൂ. കുങ്കുമപ്പൂ. ആ, അതാണ്. അത് ഫസ്റ്റ് ക്വാളിറ്റി വേണോ സെക്കൻഡ് ക്വാളിറ്റി വേണോ? ഈ കാശ്മീരിലെ ചരക്ക് വേണോ ഫ്രാൻസിന്റെ വേണോ? ഭായ് ചോദിച്ചായിട്ടില്ലേ? വൈറ്റ് കുങ്കുമപ്പൂ. വൈറ്റോ? വൈറ്റ് എന്ന് വെച്ചാ വെളുത്തത്. ഭായ് വെളുത്ത കുങ്കുമപ്പൂ ഞാനിതുവരെ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. ഇത് ഇവിടെ കിട്ടുമെന്ന് ആരാ പറഞ്ഞത്? ഞങ്ങളുടെ ഒരു ഫ്രണ്ടാ പറഞ്ഞത്. ഇയാളുടെ കൂടെ ചെന്നാ വാങ്ങിച്ചു തരും. ഈ ഹലാക്ക് പിടിച്ച സാധനത്തിന്റെ പേര് നമ്മുടെ കാതിൽ കേൾക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളായി. ഈ പടച്ചോലിക്ക് നിരക്കാത്ത കച്ചവടം തെരുവിൽ നടത്തുന്നത് ആരാണ് കൃഷ്ണ? അയ്യോ ഞാനല്ല, എനിക്കൊന്നും അറിയാനും വയ്യ. ഇവിടെ എവിടെ കിട്ടുമെന്നാ പറഞ്ഞത്? ഈ തെരുവിലെവിടെ കിട്ടുമെന്ന് പറഞ്ഞു, അത്രേ ഉള്ളൂ. വന്നു കയറുന്ന ആളുകളെ സൽക്കരിച്ചേ നമുക്ക് ശീലമുള്ളു. അതുകൊണ്ട് പൊയ്ക്കോളി. കൃഷ്ണ, മേലിൽ ഇമാതിരി അറാം പറഞ്ഞ സാധനം വാങ്ങിക്കാനെന്ന് പറഞ്ഞ് ആരെങ്കിലും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നാലുണ്ടല്ലോ, അന്റെ മയത്തി അറബിക്കടലായിരിക്കും. ഓ അത് ശരി. അപ്പൊ കുങ്കുമപ്പം എന്ന് പറഞ്ഞാൽ മറ്റേ മരുന്നല്ലേ? പിന്നെ എന്ത് വിചാരിച്ച്? ഒന്നും വിചാരിച്ചില്ല. അല്ല സിസ്റ്റേഴ്സ്, നിങ്ങൾ എന്ത് വിചാരിച്ച ഈ കറുത്ത പൂവിന്റെ കൂടെ ഇറങ്ങി തിരിച്ചത്? സ്റ്റേജിൽ ഡാൻസ് ചെയ്യുമ്പോ കൂടുതൽ സ്റ്റാമിന കിട്ടാനുള്ള ഒരു മരുന്ന് ഇയാൾ വാങ്ങി തരാന്ന് പറഞ്ഞു. അത് കഴിച്ചിട്ട് പെർഫോം ചെയ്ത കുട്ടികൾക്ക് കലാതിലകം കിട്ടിയിട്ടുണ്ടെന്നാ പറയുന്നത്. അത് ശരി. ഓട്ടോ ഓട്ടോ പ്ലീസ്. എവന്റെ കൂടെ നടന്നാലേ നിങ്ങൾ തിലകമായി പോ, മനസ്സിലായില്ലേ? ഗോപി ഗോപി ചെല്ല, വീടിലേക്ക് പൊക്കോ. കേറിക്കോ. എവിടെ കേറുന്നു? നീ പോകാൻ പറ്റേ. നീയുമായിട്ട് എനിക്ക് അല്പം ഇടപാടുണ്ട്. കുങ്കുമപ്പൂ, ട്രിപ്പ്, പഫ്, പാവപ്പെട്ട പെൺകുട്ടികളെ നീ വഴിതെറ്റിക്കോ അല്ലേടാ? അന്യഗ്രഹത്തിൽ നിന്ന് വന്ന ജീവിയോ? എന്നെ ഒന്ന് രക്ഷിക്കണം. ഒരു വന്യജീവി എന്നെ ആക്രമിക്കണോ? അയ്യോ ചെയ്യല്ലേ. ചെമ്പരത്തി പൂ ഞാൻ വാങ്ങിച്ചത്. അതെ, നമുക്ക് എന്താ എന്താ പ്രശ്നം? ഫ്രണ്ടിന്റെ ഫ്യൂണറൽ എന്താ മനസ്സിലായില്ല? എന്ത് വേണമെങ്കിലും വിളിച്ച ഇങ്ങനെ കാര്യങ്ങൾ ചോദിച്ചോണ്ടിരിക്കാൻ എന്നെ രക്ഷിക്കാൻ നോക്കണം. രാജു, ഇവന്റെ ബന്ധുക്കളെ വിവരം അറിയിക്കാനുള്ള ഏർപ്പാട് ചെയ്തേക്കും. വേണ്ട വേണ്ട, ഇവനെ അടക്കം ചെയ്യണ്ട. ഇവനെ നമുക്ക് തന്തൂരി ഫ്രൈ ആക്കി ഫ്രൈ ചെയ്തില്ല. അത് വേണ്ട, ഇവനെ നമുക്ക് വൈദ്യശാലക്കാർക്ക് കൊടുക്കാൻ, രസായനം ഉണ്ടാക്കാൻ. അതും വേണ്ട, നമുക്ക് ഇവനെ വെള്ളത്തിൽ മുക്കി കൊല്ലാം. നമുക്ക് ഇവന്റെ മുഖത്ത് ആസിഡ് ഒഴിച്ചാലോ? വേണ്ട, കറുത്തു. എന്താ ആസിഡ്? ഒന്നും വേണ്ട, ഇവന്റെ തല മുട്ട അടിക്കാം. ഗുഡ് മോർണിംഗ് ബോസ്. നിന്റെ അമ്മയുടെ ഗുഡ് മോർണിംഗ്. എന്ത് പറ്റി? നീ ഇങ്ങ് വന്നേ. ഒന്ന് നോക്കൂ. എല്ലാം നീ അവതാളത്തിലാക്കും. എടി, പോലീസ് അറിഞ്ഞ ഒരു പ്രശ്നമില്ല. പക്ഷെ സലീം ഭായോ രവിശങ്കറോ അറിഞ്ഞാൽ ഇവിടുത്തെ കച്ചവടം തീരും. അതിനിവിടെ എന്ത് സംഭവിച്ചു? വെളുത്ത കുങ്കുമപ്പൂ അന്വേഷിച്ച് ബായിയുടെ അരികിൽ ചെന്നുപെട്ടവർക്ക് ശരിക്കുള്ള സ്ഥലം അറിയാൻ കഴിയാതെ പോയത് നമ്മുടെ ഭാഗ്യം. അതുകൊണ്ട് രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ ഈ സ്ഥാപനത്തിന്റെ തൊലി ഉരിഞ്ഞ് അയാൾ നമ്മളെ നാട് റോട്ടിൽ നിർത്തിയേനെ. നമ്മുടെ സ്വന്തം ആളുകൾ കൂട്ടിക്കൊണ്ട് വരുന്നവർക്ക് മാത്രമേ ഇനി മുതൽ ഞാൻ സ്റ്റഫ് കൊടുക്കൂ, അത് തീർച്ച. ഏതായാലും ഈ പ്രാവശ്യം രക്ഷപ്പെട്ടല്ലോ. തീർത്തും രക്ഷപ്പെട്ടു കരുതണ്ട. നമ്മുടെ മറ്റു ബ്യൂട്ടി പാർലറുള്ളവരോടും ശ്രദ്ധിച്ചു നിൽക്കാൻ പറയണം. കോഫി ഷോപ്പും മറ്റു കച്ചവടവും ഉള്ളിടത്തോളം കാലം രവിശങ്കറും കൂട്ടരും ഇതേ തെരുവിൽ എപ്പോഴും കാണും. ഏത് നിമിഷവും നമ്മുടെ ബിസിനസ്സും അവരുടെ ശ്രദ്ധയിൽപ്പെടാം. പൊളിച്ചെടുക്കണ ഒരു സൈഡിൽ നിന്ന്, എന്നാലും അവന്മാർ ഇവിടുന്ന് ഒഴിഞ്ഞു പോകും. യെസ് യെസ്, യു സെഡ് ഇറ്റ്. இந்த இரும்பு இருந்தா பிரேதம் ஒன்னும் செய்யல. ഇന്ന് ഈ പ്രേതത്തിന്റെ അന്ത്യം. നിന്നെ ഈ പരിസരത്ത് കണ്ടുവരുന്നെന്ന് പറഞ്ഞതല്ലേ? ഈ അവസ്ഥയിൽ ഞാൻ നാട്ടിൽ ചെന്ന് എന്നാരും തിരിച്ചറിയാം. അതൊന്നും ഞങ്ങൾക്കറിയണ്ട. പ്ലീസ്, എനിക്കും കൂടി ഒരു ജോലി. ഞങ്ങളുടെ മാനേജറായിട്ട് ജോലി ചെയ്യാമോ? ആഹാ, നീയായിരുന്നോ? തല്ലു കൊടുത്താലും പോവില്ലെന്ന് പറഞ്ഞ
ഒരബദ്ധമൊക്കെ എല്ലാവർക്കും പറ്റും കേട്ടാ. നിങ്ങൾ എല്ലാവരും കൂടെ അവന്റെ തല മുട്ടടിച്ചത്. തൽക്കാലം കൂടെ നിൽക്കട്ടെ. നീ ഇവിടെ നിന്ന് കേട്ടോ. താങ്ക്സ്. നിൽക്കുന്നൊക്കെ കൊള്ളാം. ഇവിടെ ഒരു ലേഡി സ്റ്റാഫ് ഉണ്ട്. അവരെ സ്വന്തം സഹോദരിയായിട്ടേ കാണാവൂ. കാണാം. താങ്ക്സ്. ഹലോ, തീപ്പെട്ടി ഉണ്ടോ? ഓർഡർ പ്ലീസ് സർ. നിങ്ങളുടെ ചീഫ് കുക്കിനെ ഒന്ന് വിളിക്കണമല്ലോ. ചീഫ് കുക്ക് ഇപ്പൊ വിളിക്കാം സർ. സെക്കൻഡ് ഷോ കഴിയുന്നതിന് മുമ്പേ എല്ലാം തീർക്കണോന്നാ. നേരത്തേക്കല്ലേ? പിന്നല്ലാതെ ഒന്നും ബാക്കി വെക്കണമെന്നല്ലേ മോളിന്ന് പറഞ്ഞേക്കണ. ഗുഡ് ഈവനിങ് സർ. ഞാൻ ബോംബെ കൃഷ്ണകുമാർ. പാചക കോഴ്സിൽ LLB എടുത്തിട്ടുണ്ട്. ഇവിടെ വരുന്ന പല കസ്റ്റമേഴ്സും ഇതേപോലെ നേരിട്ട് എന്നെ വിളിച്ച് ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാറുണ്ട്. എനിക്ക് വെറൈറ്റി ഐറ്റംസ് ഉണ്ടാക്കാൻ അറിയാം. തായ്, കൊറിയൻ, ഇറ്റാലിയൻ എല്ലാം അറിയാം. സാറിന് എന്താ വേണ്ടത്? വെടിയിറച്ചി കിട്ടോ? വെടിയോ? മാനിറച്ചി. അയ്യോ, കാട്ടുമൃഗങ്ങളെ കൊല്ലുന്ന കുറ്റകരമല്ലേ സാർ? എന്നാ ഒരു പ്ലേറ്റ് പന്നിയിറച്ചി എടുത്തോ. അതെ, ഇവിടെ പല മതവിഭാഗങ്ങളിൽപ്പെട്ട ആൾക്കാർ വരുന്നുണ്ട്. കുറച്ചു പേർക്ക് ഹറാമായതുകൊണ്ട് ഞങ്ങൾ അത് സെർവ് ചെയ്യാറില്ല. എന്നാ ഇവിടുന്ന് പന്നിയിറച്ചി കഴിച്ചിട്ടേ പോകൂ പന്നിയുടെ മോനെ. അല്പം കൂടി മര്യാദയ്ക്ക് സംസാരിച്ചൂടെ സാർ? മര്യാദയ്ക്ക് സംസാരിച്ചില്ലെങ്കിൽ വിടിചേട്ടാ, ഞാൻ മാത്രമല്ല, ഇവിടെ സ്മാർട്ടായിട്ട് ഒരുപാട് പിള്ളേഴ്സ് ഉണ്ട്. അവര് പെരുമാറുവേ. ഒരെണ്ണത്തിനെ മിച്ചം വെച്ചേക്കരുത്. അടിച്ച് പൊളിച്ചേക്കണം. ഗുണ്ടകൾ നമ്മുടെ ബാലിന്റെ കടലിൽ പൊളിക്കുന്നു.